ഇവൻ അതിനകത്ത് ഇത്രയേറെ രോഷാകുലനായി എനിക്കെതിരെ പ്രതികരിക്കാൻ ഒരൊറ്റ ഉദ്ദേശമുള്ളൂ, ഇവൻ അപ്സരയെ തോൽപ്പിക്കണം. ഇവൻ അപ്സരയെ തോൽപ്പിക്കണമെന്ന് ആരുടെയൊക്കെയോ കയ്യിൽ നിന്ന് കാശ് വാങ്ങി ആ പാവപ്പെട്ട പെൺകൊച്ചിനെ തോൽപ്പിക്കാൻ വേണ്ടി തുനിഞ്ഞിറങ്ങിയേക്കുന്ന ഒരുത്തനാണ് ഇവൻ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അതാണ് ഇവൻ ഈ ബിഗ് ബോസ് ഹൌസിനകത്തേക്ക് ഇവനെ കയറിവിട്ട സമയത്ത് ഇവൻ അതിനകത്ത് കിടന്ന് എന്തൊക്കെ കോമാളിത്തരങ്ങൾ കാണിച്ചു എന്ന് പറഞ്ഞിട്ട് കുറെ കമന്റുകൾ ഞാൻ കണ്ടു. അപ്പം അതിനകത്ത് കയറിയിട്ട് ഊളത്തരങ്ങൾ കാണിച്ച് ഹസ്ബൻഡ് ആണെന്നുള്ള പേരിൽ തോൽപ്പിക്കാൻ ശ്രമിച്ചതിന് ശേഷം പുറത്തിറങ്ങിയിട്ട് ഇവൻ ഫേസ്ബുക്കിൽ ഏതോ ഗ്രൂപ്പിൽ പോയി ഒരു പോസ്റ്റ് പോലും അപ്സര പുറത്തായി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിന്റെ ഉദ്ദേശം എന്താണ്? അത് എനിക്ക് മനസ്സിലാവാത്തത് എന്തിനാണ് ഇപ്പൊ ഈ പുറത്ത് അങ്ങനെ ഇപ്പൊ നമ്മൾ അങ്ങനെ ഇട്ടു വിചാരിക്കുക. അപ്പൊ പിന്നെ ഇനി വോട്ടിന് ആൾക്കാർ വോട്ട് ചെയ്യില്ല. അത് കറക്റ്റ് തന്നെയാണ് അഖിൽ പറഞ്ഞത്. പക്ഷെ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇത് എനിക്ക് തോന്നുന്നു ഇയാള് അപ്സരനെ ചർച്ചാ വിഷയമാക്കാൻ നോക്കി. കാരണം ഇതിന് മുന്നത്തെ ആഴ്ചയിലും ഇയാള് ഉള്ളിൽ പോണേറ്റ് മുന്നേ ഇതേപോലത്തെ ഒരു ചെറിയ ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്സരനെ ജാസ്മിൻ തല്ലിന്നൊരു ഇഷ്യൂ വന്നിട്ട് അപ്പൊ അപ്സരയ്ക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് വോട്ട് വരും ആൾക്കാർ സംസാരിക്കും. അതെ, അപ്പൊ അങ്ങനെ ഒരു ട്രിക്ക് കൊണ്ടുവന്ന പക്ഷെ പണി പാളിപ്പോയി ആളുടെ.